Hello friends, welcome back to my YouTube channel. അപ്പം ഇന്ന് റമദാൻ 7 ഏഴാം നോമ്പാണ്. അപ്പം അതിനുള്ള രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങി. അടിക്കൽ, തോർത്തൽ, പിരിക്കൽ, മടിക്കേക്കൽ അങ്ങനത്തൊക്കെ പണിയുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ പണി തുടങ്ങി വെച്ചു. അപ്പം അതൊക്കെ കാണിക്കാനുള്ളൊരു വീഡിയോവുമായിട്ടാണ് വന്നത്. ഇന്ന് വീട്ടിൽ നിന്ന് എന്തും ഉണ്ടാക്കിയില്ല. ഒരു പപ്പായ ജ്യൂസും പിന്നെ ഒരു കഞ്ഞിയോ മാത്രമേ ആക്കിയിട്ടു. ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇന്നെന്തും ആക്കിയിട്ടാണ് റമദാൻ 7-ന്. അപ്പം ബാക്കി സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. പപ്പായ ജ്യൂസും കഞ്ഞിയും മാത്രമേ വീട്ടിൽ നിന്ന് ആക്കിയിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും വീഡിയോ സ്കിപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ അനിയൻ നോമ്പ് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, വിറ്റേത് വേണം. ഇന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് വേണം, അത് വേണം, എന്തെല്ലോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അവന് വീഡിയോ എടുക്കുമ്പം വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ നിർത്തുന്നു. ദേഷ്യം പിടിച്ചിട്ടെല്ലാം വരുന്നു. ഞാൻ പറയുന്നല്ല വീഡിയോയിൽ എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടെല്ലാം വരുന്നു. അല്ലെങ്കിൽ എത്രയോ സ്കിപ്പ് ഇങ്ങനെ വീഡിയോസ്, അവൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ വരും. അതൊക്കെ നടക്കുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവന് ഒഴിഞ്ഞു മാറിപ്പോന്നു. അപ്പം ഇന്നലത്തെ കണ്ടിരിക്കാൻ എടുക്കും. ഇന്നലെ 12 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിന്. ഇന്നലെ റമദാൻ 6-ൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിൽ ഒരു ചെറിയൊരു സ്കിപ്പിംഗ് വീഡിയോ ഇട്ടിന്. അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ സ്ഥലത്തെത്തുമ്പോൾ വെച്ചിട്ടുണ്ട്, ഫസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ എന്തോ ഒന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കഞ്ഞി കുടിക്കുന്നില്ലേ, കഞ്ഞി കുടിക്കുമ്പോൾ ഹൗ പൊളുന്ന് അങ്ങനെ എന്തോ ആക്കുന്നത്. അങ്ങനത്തെ വീഡിയോ ഇന്നലെ ഉണ്ടായിരുന്നു. ഹൗ പൊളുന്ന് എന്ന് പറയുന്ന ഇന്നും ഉണ്ടത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ രാവിലെ നമ്മൾ കുറേ പണിയൊക്കെ എടുത്ത് അടിച്ച് തോർത്തി വാരി പിന്നെ എന്താണ് പിരിച്ച് മേശ വിരിച്ച് കട്ടിൽ വിരിച്ച് സോഫ വിരിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. തോർത്തി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഫുൾ വീഡിയോ ഉണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് നേരെ കിടക്കാം. ഞാൻ പറഞ്ഞ സമയം വഹിക്കുന്നില്ല. വീഡിയോയിലോട്ടേക്ക് നേരെ കിടക്കാം. ഇപ്പം നമ്മൾ കട്ടിൽ പിരിക്കുകയാണ് കേട്ടോ. കട്ടിൽ പിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നന്നായി കട്ടിലൊക്കെ പിരിച്ചു. അത് നനക്കാനിട്ടിട്ടുണ്ടായിരുന്നു. കട്ടിലിൻ്റെ ഒല്ലി എല്ലാം ഞാൻ നനക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നനച്ച് ഉണങ്ങിയിട്ടാകുമ്പം നമ്മൾ കട്ടിൽ പിരിച്ചു, തലാണൻ്റെ ഉറ പിരിച്ചു, പിന്നെ സോഫ വിരിച്ചു. അതിൻ്റെയൊക്കെ ഷീറ്റ് നമ്മൾ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഷീറ്റല്ല, തുണിയില്ലേ നമ്മൾ പിരിക്കുന്ന ആ തുണികളൊക്കെ നനച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം ആകുമ്പം നമ്മളെല്ലാം പിരിച്ചു. ഇന്ന് രാവിലെയാണ് ചെയ്തത്. അപ്പം സോഫക്കെല്ലാം പിരിയിട്ടു. പിന്നെ കട്ടിൽ പിരിച്ചു, നനച്ചു, തോർത്തി. നനക്കൽ എപ്പോഴും ഉണ്ട്. തോർത്തി നമ്മൾ അടിച്ചു, അതൊക്കെ ചെയ്തു. ഇപ്പോൾ തോർത്താൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മൾ തോർത്തുന്ന പടി വെള്ളത്തിലിട്ടു. എന്താ പതയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കയ്യിലൊക്കെ എടുത്ത് കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക്. എത്രയോ പത ഉണ്ടായിരുന്നു. അപ്പം പത ഉണ്ടായിരുന്നു. നമ്മളിതാ തോർത്തുന്നതാണ് കേട്ടോ. കാക്കകളുടെ ഭയങ്കര ശല്യമാണ്. കാക്കകൾ ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നെന്താ പപ്പായ വെച്ചിട്ട് എന്തുണ്ടാക്കാന്ന് വിചാരിക്കുമ്പോഴാണ് പപ്പായ ജ്യൂസാക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ നമുക്ക് നേരെ പോവാ പപ്പായ ജ്യൂസ് ഉണ്ടാക്കാം. പപ്പായ മുറിക്കുകയാണ്. papaya.
നമ്മുടെ പപ്പായ ചെറുകണ്ടമാക്കുകയാണ്. ചെറുകണ്ടം എന്ന് പറഞ്ഞാൽ ചെറുതായി മുറിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊക്കെ മുറിച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ജ്യൂസടി. പപ്പായ കറിയിട്ട് വെക്കുകയാണ്. പഴുപ്പെടുത്തിട്ട് എൻ്റെ പാത്രത്തിലേക്ക് ആക്കുകയാണ്. മതി പഴുപ്പ് റെഡിയിട്ടുണ്ട്. പപ്പായ ഇട്ടെടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് രണ്ട് ആവശ്യത്തിന് വെള്ളം. ജ്യൂസ് മെഷീനിലിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുക. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ അപ്പമാണ് ഇതൊക്കെ. ഇതാ 3 വെറൈറ്റി അപ്പങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത്. അപ്പം നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണുക.